പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിലുള്ള നമ്മുടെ നിയോഗം, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നാം ജീവിക്കുക എന്നത് തന്നെയാണ് കർത്താവിൻ്റെ പ്ലാൻ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുവിനെ പാപത്തെ ചുമന്നു തീർക്കുന്ന കുഞ്ഞാടെന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തിയപ്പോൾ യേശു തന്നെ പരിചയപ്പെടുത്തി, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത്, ഞാൻ വന്നത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട്. നമുക്ക് ഈ സമൃദ്ധി എന്ന് പറയുന്ന പദം പലപ്പോഴും നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഒരാളുടെ സമൃദ്ധിയെ നമ്മളെപ്പോഴും പണത്തോട് ചേർത്ത് നിർത്തിയാണ് ചിന്തിക്കുന്നത്. പണമുണ്ടെങ്കിൽ സമൃദ്ധിയുണ്ട്, പണമില്ലെങ്കിൽ സമൃദ്ധിയില്ല. സമൃദ്ധി എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് പണത്തെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സമൃദ്ധി എന്ന് പറയുന്നത് പണമല്ല, സമൃദ്ധിയുടെ ഒരു ഭാഗമാണ് പണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ സമൃദ്ധമായ ജീവനെ നിശ്ചയിക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പണമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ സമൃദ്ധിയാണ്. അതായത് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അവിടെ പറയുന്നത് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി. അപ്പൊ അവര് പ്രോസ്പർ ആകുന്നത് അവരുടെ അകത്ത് സത്യവും സമാധാനവും. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രോസ്പർ ആവുക, സമൃദ്ധിയിലേക്ക് ആവുക എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സമൃദ്ധി എന്ന് പറയുന്നത് പുറമേ കാണുന്ന എന്തൊക്കെയോ ചില വസ്തുവകകളെ വെച്ചാണ് ഒരു മനുഷ്യന്റെ സമൃദ്ധിയെ വിലയിരുത്തുന്നത്. ഒരുവന് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ, നല്ല വാഹനമുണ്ടെങ്കിൽ, അവന്റെ വീടിന്റെ വലിപ്പം അനുസരിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശമ്പളം അനുസരിച്ച്, ആ വ്യക്തിക്കുള്ള ബിസിനസ് ഒക്കെ അനുസരിച്ചാണ് അവരുടെ ഓരോരുത്തരുടെ സമൃദ്ധിയെ വിലയിരുത്തുന്നത്. എന്നാൽ സമൃദ്ധിയുടെ മാനദണ്ഡം പണമല്ല. സമൃദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അവന്റെ അകത്തുണ്ടാകുന്ന പൂർണ്ണതയാണ്. അതായത് ഒരുവന്റെ ജീവിതത്തിനകത്ത് അവൻ എത്രത്തോളം ഉള്ളിൽ പൂർണ്ണത അനുഭവിക്കുന്നു, അതാണ് സമൃദ്ധി. അതായത് നമുക്കറിയാം, ആദാം ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ആക്കിയപ്പോൾ ആദാമിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ സമൃദ്ധിയിലാണ് ആദാം കഴിഞ്ഞത്. സമൃദ്ധി എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു എന്നല്ലല്ലോ അവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ എല്ലാ നിലയിലും സന്തോഷവും സ്വസ്ഥതയുമുള്ളവനായിരുന്നു ആദാം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സമൃദ്ധി എന്ന് പറയുന്നതിനെ ഒരിക്കലും പണത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കരുത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിച്ച് നമ്മളെ ജീവിതത്തിൽ മടുത്തു പോകാറ്. എന്നാൽ അകത്ത് സമൃദ്ധി ഉള്ളവന് സമ്പത്തല്ല ഒരു കാര്യത്തിനും കുറവ് വരുത്തും. ഉള്ളിൽ സമൃദ്ധി ഉള്ളത്. അപ്പൊ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് അത് പുറമേ ഉള്ളതല്ല, അകമേ ഉള്ളതാണ്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്നതല്ല, കൊടുക്കുവാനുള്ള അവസ്ഥയാണ് ശരിക്കും പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. ഒരാൾ പ്രോസ്പർ ആകുന്നത് അദ്ദേഹം ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കുമ്പോഴല്ല, അദ്ദേഹം പ്രോസ്പർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് അദ്ദേഹം കൊടുക്കാൻ തുടങ്ങും. ഇത് തമ്മിൽ വളരെ ശക്തമേറിയ ബന്ധം. ഇവിടെ നമുക്ക് ഒരു വാക്യത്തെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം സമൃദ്ധിയിലായിരുന്നു. അതുപോലെ തന്നെ
ഇസഹാക്ക് സമൃദ്ധിയിലായിരുന്നു, യാക്കോബ് സമൃദ്ധിയിലായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് യാക്കോബിന്റെ തലമുറകൾ 12 പേർ. യാക്കോബ് ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹത്തെ തട്ടിയെടുത്തു, ലാബാലിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറയാൻ സാധ്യമല്ല, എന്നാലും അധ്വാനിച്ചിട്ടാണ്. അവിടെയും അവന് ചെറിയ ഉപായം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് ദൈവദൂതനുമായി ഉണ്ടായിരുന്ന മൽപ്പിടുത്തത്തോട് ചേർന്ന് അവന്റെ പേര് മാറി. ആ പേര് മാറിയ നിമിഷം മുതൽ യാക്കോബ് കൊടുക്കുന്നവനായി മാറി, ഗിവറായി മാറി. പരിമിതികളില്ലാതെ കൊടുക്കുന്ന ഒരു ശീലം അവനിലേക്ക് വരാം. അപ്പൊ നമുക്കത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചരിത്രം ഇവരെ കുറിച്ച് പറയുന്നത്, ഈ ജനതയുടെ ഉത്ഭവം, തുടക്കം വളരെ നന്നായിട്ട് അവിടെ പറയുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെ പൂർവ്വപിതാക്കന്മാരെന്നാണല്ലോ അവർ വിളിക്കുന്നത്. എന്നാൽ ഗോത്രപിതാക്കന്മാരാകുന്ന 12 പേരെ ജനിപ്പിക്കുവാൻ കാരണമായി തീർന്ന യാക്കോബ്, ആ യാക്കോബിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിന്റെ വംശപാരമ്പര്യം ആവിത് എന്ന് ആരംഭിക്കുന്നതിനോട് ചേർന്ന് യാക്കോബിനെ കുറിച്ചല്ല പറയുന്നത്, അവിടെ യോസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യാക്കോബിന്റെ വംശപാരമ്പര്യം ആരംഭിക്കുന്നത്. അപ്പം യോസഫിന്റെ ജീവിതത്തിനകത്ത് യോസഫ് വാർദ്ധക്യത്തിലെ മകനാകുന്നുകൊണ്ട് യാക്കോബ് അവനെ അധികമായി സ്നേഹിച്ചു. നമുക്കവിടെ വചനത്തിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 37-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യം, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ നിന്റെ സഹോദരന്മാരുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശിൽപായുടെയും പുത്രന്മാരുടെ കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ശ്രുതി യോസഫ് അപ്പനോട് ഒന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സഹോദരങ്ങൾക്ക് യോസഫിനോട് ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച ഒരു നിലയെങ്കിൽ അവനുണ്ടാക്കി കൊടുത്തു. അപ്പൻ തങ്ങൾ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ഇവിടെ യോസഫിന്റെ ജീവിതത്തിനകത്ത് യോസഫ് സഹോദരങ്ങളുടെ കുറവുകൾ വന്നു പറഞ്ഞു എന്ന ഒരു കാരണമാണ് ഇവിടെ പറയുന്നതെങ്കിലും യോസഫിന്റെ സഹോദരങ്ങൾ യോസഫിനെ പകയ്ക്കാനുള്ള കാരണമായിട്ട് ഇവിടെ പറയുന്നത് ആ സഹോദരങ്ങളുടെ കുറ്റം പോയി പറഞ്ഞു കൊടുത്തല്ല, സഹോദരങ്ങളുടെ നോട്ടത്തിൽ അവരെക്കാളും അധികമായി യാക്കോബ് അല്ലെങ്കിൽ അവരുടെ പിതാവ് യോസഫിനെ സ്നേഹിക്കുന്നു. അതായിരുന്നു അവരുടെ അകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ, യോസഫിനോടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസം. അങ്ങനെ യോസഫിനോട് അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസം നിമിത്തം അവരവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു കാലം, ദേഷ്യം, പക വെച്ചിരിക്കുന്ന ഒരു കാലം. നമുക്ക് പിന്നത്തതിൽ കാണാൻ കഴിയുന്നത് യോസഫ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം 11 കച്ചകൾ അവനെ വണങ്ങി നമസ്കരിക്കുന്നു, അവന്റെ കറ്റ നിവർന്നു നിൽക്കും. അപ്പോൾ അവനെന്തിനെ സഹോദരനോട് പറഞ്ഞപ്പോൾ സഹോദരന്റെ എണ്ണമൊക്കെ നോക്കുമ്പോൾ ശരിയാ, ഇവൻ ഒരുവനാണ്, ഇവനെ മറ്റു 11 സഹോദരങ്ങളും നമസ്കരിക്കുന്നു. അത് സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയുന്നൊരു കാര്യമായിരുന്നില്ല, അല്ലെ? ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് മനുഷ്യർ. ലോകപ്രകാരമുള്ള മനുഷ്യരിൽ ചിലരിൽ നമുക്ക് അങ്ങനെ കാണാം. മറ്റുള്ളവർ നന്നാകും, അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവര് 12 പേരും 11 പേരും ഇവനെ 10 പേരും ഇവനെ പകച്ചു. ബെന്യാമീനെ കുറിച്ച് പിന്നീടാണല്ലോ പറയുന്നത്, അത് ഈ ഒരു ബന്ധത്തിലും അല്ല നമ്മൾ. എന്നാല് അവനൊരു നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അപ്പൻ അവനൊരു നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു. പിന്നെയും യോസഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എങ്ങനെയായിരുന്നു? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ അവനെ നമസ്കരിക്കുന്നു. അത് അവൻ തന്റെ സഹോദരങ്ങളോടും അപ്പനോടും പറഞ്ഞു. അപ്പൻ മുഷിഞ്ഞു എന്നാണ്, അപ്പൻ അവനെ ശാസിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. നമുക്ക് അത് 37-ാമത്തെ അധ്യായത്തില് നമ്മൾ അതിന്റെ 10-ാം വാക്യം, അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ?
എന്ന് പറയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സഹോദരങ്ങൾ പകച്ചു, അപ്പൻ ശാസിച്ചു. എന്നാൽ പിന്നത്തെ യോസഫിനെ അവര് കൊണ്ടുപോയി, സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോയി യോസഫിനെ അവര് പൊട്ടക്കിണറ്റിലെടുത്തിട്ട് ഉപദ്രവിച്ചു. അവന് പിതാവ് കൊടുത്ത വിശേഷ വസ്ത്രം ഊരിയെടുത്തു. അവര് പിന്നെ ചിന്തിച്ചു, ഇവനെ നമ്മൾ കുഴിയിലിട്ടിട്ട് ഇവന് നമുക്ക് പ്രയോജനമുള്ള കാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മിസ്രൈമിൽ വന്ന് ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് വിറ്റു. ആ ഇസ്മായേലിലെ കച്ചവടക്കാർ ഇവനെ കൊണ്ടുപോയി മിസ്രൈമില് അടിമച്ചന്തയിൽ കൊണ്ടുവിറ്റു. അടിമച്ചന്തയിൽ നിന്ന് പോത്തിഫർ എന്ന് പറയുന്ന ഫറവോന്റെ അകമ്പടി നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി, അടിമയായി തീർന്നു. ഈ അടിമയായി തീർന്ന യോസഫിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മളെ വചനത്തിൽ കാണുന്നത്? 2-ാം വാക്യം, 39-ാമത്തെയും 2-ാം വാക്യം, ഉൽപ്പത്തി. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥന് മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. 3-ാം വാക്യം, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവന് ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. നമുക്കറിയാം, യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവം, ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ്, ഞാൻ യാത്ര പറഞ്ഞു പോകാൻ ഒടുങ്ങിയപ്പം ലാബാൻ പറഞ്ഞു, നീ പോകരുത്, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പോകരുത്. കാരണം നിന്റെ കൂടെ യഹോവ ഉള്ളത് കൊണ്ട് നീ വന്ന നാൾ മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇത് ഇവനുണ്ടായിരുന്ന ഉറപ്പാണ്. ലാബാൻ ഇത് കണ്ടതാണ്. യാക്കോബിന്റെ കൂടെ ദൈവം. യാക്കോബ് അത് പിന്നെ പറയുന്നുണ്ട്, ദൈവം എന്നോട് കൂടെ ഇരുന്ന് ഞാൻ വന്ന നാൾ മുതൽ ഞാൻ കാൽ വെച്ചെടുത്തല്ല നീ അനുഗ്രഹിക്കും. അപ്പൊ അതേ അനുഗ്രഹം ചുമക്കുന്ന അടുത്ത ആളായിട്ട് നമ്മൾ കാണുന്നത് യോസഫിനെ. യോസഫ് അപ്പന്റെ പ്രത്യേക കരുതൽ കൊണ്ടോ അപ്പന്റെ പ്രത്യേക സ്വഭാവം കൊണ്ടോ അപ്പന് യോസഫിനോട് തോന്നിയ പ്രത്യേകമായ സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആയിരുന്നു യോസഫ് മാനിക്കപ്പെട്ടിരുന്നതെങ്കിൽ, യാക്കോബിന്റെ പ്രത്യേക സ്വഭാവം, മകനോട് പ്രത്യേക സ്നേഹം തോന്നുന്ന ഒരു പ്രത്യേക നേച്ചർ കൊണ്ടാണ് യോസഫിനോട് പ്രിയം തോന്നിയിരുന്നതെങ്കിൽ, മിസ്രൈമിലെത്തിയ യോസഫ് ഒരിക്കലും സമൃദ്ധിയിലേക്ക് വരത്തില്ല. ഇവിടെ 2-ാം വാക്യം, ഈ 39-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവൻ സമൃദ്ധനായിരുന്നു. അതായത് അവനെ കുറിച്ച് പറഞ്ഞ അവൻ കൃതാർത്ഥനായിരുന്നു. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വാസ് എ പ്രോസ്പെറസ് മാൻ ഇൻ ഹിസ് മാസ്റ്റേഴ്സ് ഹൗസ്. ഇപ്പൊ സമൃദ്ധിയുള്ളവരാണ് എവിടെയാണ്? തന്റെ യജമാനന്റെ ഭവനത്തിൽ. അപ്പൊ അവിടെ പ്രോസ്പർ എന്ന് പറയുന്ന വാക്ക്, സമൃദ്ധി എന്ന് പറയുന്ന വാക്ക് അവിടെ കാണാൻ കഴിയും. ആ സമൃദ്ധി യോസഫിനെ സംബന്ധിച്ചിടത്തോളം അടിമയാണ്. ഇവൻ അടിമയാകുമ്പോ ശമ്പളമൊന്നുമില്ല. ദാസന്മാർക്ക് ശമ്പളമുണ്ട്, ഇവൻ അടിമയാണ്. ദാസന് ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കും. പക്ഷെ അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമയാണ്. യജമാനന്റെ കീഴിൽ ആ കാലം വരെയും അടിമയായി തുടരുക, ജോലികൾ ചെയ്യുക, ശമ്പളം. അങ്ങനെ ദാസൻ പോലുമല്ല, അടിമയായിരിക്കുന്ന യോസഫ് സമൃദ്ധിയുള്ളവനായിരുന്നു, പ്രോസ്പെറസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഇവന്റെ സമൃദ്ധി എന്ന് പറയുന്നത് യാക്കോബിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ച പണമല്ല, അല്ലെങ്കിൽ യാക്കോബ് തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വിഭജിച്ചു കൊടുത്ത ഭൂസ്വത്തല്ല, കന്നുകാലികളല്ല. ഇതൊന്നും യോസഫിന്റെ കയ്യിലില്ല. യോസഫിനുണ്ടായിരുന്ന ആകെ വരുമാനം എന്ന് പറയുന്നത് അപ്പൻ നൽകിയ ഒരു വിവിധ വർണ്ണങ്ങളുള്ള ഒരു അങ്കി മാത്രമാണ് യോസഫിന്റെ അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള യോസഫിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പോത്തിഫറിന്റെ വീട്ടിൽ സമൃദ്ധിയുള്ളവനാകുക? അത് സാധ്യമായ കാര്യം ചുമ്മാ നമുക്ക് പറയാൻ നോക്കണം. പക്ഷെ ഇവൻ സമൃദ്ധിയിലായിരുന്നു. എങ്ങനെയാണ്? ഇവന്റെ കൂടെ യഹോവയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പന്റെ ഭവനത്തിലും ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താ? യാക്കോബിന്റെ പ്രത്യേക സ്വഭാവം. യഹോവ യോസഫിന്റെ കൂടെ ഇരുന്നു. ഇവിടെയോ അടിമയായി വന്നിരിക്കുന്ന ഒരു വിദേശത്ത് ഒരു വിധത്തിലും ഒരു ഫേവറും അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു രാജ്യത്തോട് ഇപ്പോഴും ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പൊ ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം, ഇവൻ സമൃദ്ധിയിലാകാൻ കാരണം, ഇവന്റെ യഥാർത്ഥ സമൃദ്ധി എന്താണെന്ന് ഇവൻ അറിയാമായിരുന്നു.
പണമോ സമ്പത്തോ അപ്പന്റെ ഫേവർ ഒന്നുമല്ല. ഐ ആം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ കർത്താവിലാണെന്നുള്ള അറിവ് അവൻ്റെ അകത്തുണ്ട്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ സമൃദ്ധി, പ്രോസ്പെറിറ്റിയെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പണത്തോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ പണമാണ് സമൃദ്ധി എങ്കിൽ, നിങ്ങൾ ഈ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. ഉൽപ്പത്തി 39:2. അവൻ തന്റെ യജമാനന്റെ വീട്ടിൽ കൃതാർത്ഥനായിരുന്നു. ഹി വാസ് എ പ്രോസ്പെറസ് മാൻ ഇൻ ഹിസ് മാസ്റ്റേഴ്സ് പ്ലേസ്. എങ്ങനെയാണ് യജമാനന്റെ വീട്ടിൽ സമൃദ്ധി ഉള്ളവനായി തീരുന്നത്? അടിമയായിരിക്കുന്ന മനുഷ്യൻ. അപ്പൊ അവൻ സമൃദ്ധി, അവൻ പ്രോസ്പെർ എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പണമായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യം തെറ്റാണ്. അവന്റെ ഈ പണമില്ല. പക്ഷെ അവന്റെ സമൃദ്ധിയെ കുറിച്ച് തൊട്ടടുത്ത് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ അവന്റെ കൂടെ ഇരുന്ന് അവന് ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്നു. അതായിരുന്നു അവന്റെ പ്രോസ്പെറിറ്റി. അപ്പൊ ഈ പ്രോസ്പർ ആയ മനുഷ്യന്റെ നേച്ചർ തുടർന്ന് പറയും. പ്രോസ്പർ ആയ മനുഷ്യന്റെ പ്രകൃതം, സ്വഭാവത്തെ തുടർന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അവന് പാപം ചെയ്യാൻ അവസരം ലഭിക്കും. പണമുള്ളവൻ ധനവാനായിരുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഷയമാണ്. ഈ പാപം ചെയ്യാൻ ലഭിക്കുന്ന അവസരം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന അവന് ഇഷ്ടം. പക്ഷെ പ്രോസ്പർ ആയിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം, പ്രോസ്പർ മീൻസ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവന് ഉള്ളതിൽ നിന്ന് അപ്പുറമായി എന്തെങ്കിലും ആഗ്രഹിക്കാനില്ല അവന്. ആ സമൃദ്ധിയാണ് ഒരു പ്രോസ്പർ ആയിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് വേറൊരു ആഗ്രഹമില്ലെന്ന്. ധനവാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ധനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ പ്രോസ്പർ ആയിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും വേണം, പണം വേണം, വീട് വേണം, അത് വേണം. ഈ ആഗ്രഹങ്ങളാൽ, ഡിസയർ അവനെ കൺട്രോൾ ചെയ്യുന്നു. ബിക്കോസ് ഹി വാക്ക്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇവന്റെ ജീവിത യാത്രയിൽ ഇവനൊരു കാര്യം മനസ്സിലായി. എന്റെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പണമാണ്. അവിടെ പോത്തിഫറിന്റെ ഭാര്യ തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ യോസഫ് പറഞ്ഞു, ഇല്ല, കാരണം ഞാൻ ദൈവത്തോട് ദോഷം ചെയ്തു, ദൈവത്തോട് പാപം ചെയ്തു. കാരണം എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഗോഡ് ഹിംസെൽഫ്. ദൈവമാണ് എന്റെ വലിയ സമ്പത്ത്. എനിക്ക് അതിനപ്പുറത്തൊരു ആഗ്രഹമില്ല. എന്തെല്ലാം ബെനഫിറ്റ് ഉണ്ടാകുമെങ്കിൽ ഈ പാപം ചെയ്യുന്നത്, നുണ പറയുന്നതും തെറ്റ് ചെയ്യുന്നതും എന്തെല്ലാം സമൃദ്ധി എനിക്ക് ലഭിക്കുമെങ്കിലും അതൊന്നും ഇപ്പോൾ എനിക്കുള്ളതിന് ഈക്വലന്റ് അല്ല. ഈ ബോധ്യം യോസഫിനകത്ത് വന്നപ്പോൾ അവന്റെ അകത്ത് സമൃദ്ധി നിറയാൻ തുടങ്ങി. സമൃദ്ധി അവനെ വാഴാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തുമാണ്? നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളിൽ തന്നെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. നിങ്ങൾ ദൈവത്താൽ എല്ലാ നിറവുമുള്ളവരാണ്. എല്ലാ നിറവും ബിക്കോസ് ഓഫ് ഗാഡ്. ദൈവത്താൽ സകല വിധത്തിലെ നിറവും എൻ്റെ അകത്തുണ്ട്. എല്ലാ വിധത്തിലെ നിറവും എൻ്റെ ഉള്ളിലുണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. Amen. Because of the presence of God, I have everything, whatever I need. അവിടെ എനിക്ക് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അല്ല എന്നെ നയിക്കുന്നത്, എൻ്റെ അകത്തെ സമൃദ്ധിയാണ് എന്നെ നയിക്കുന്നത്. അതായത് യോസഫ് അവിടെ പോത്തിഫറിന്റെ ഭവനത്തില്, യാക്കോബിന്റെ ഭവനത്തിൽ സ്പെഷ്യൽ വ്യക്തിയായിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവിടെയും സ്പെഷ്യൽ ആയിരുന്നു. ഇവൻ കാരാഗ്രഹത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അവിടെയും കാരാഗ്രഹ പ്രമാണിയുടെ കണ്ണുകളിൽ ഇവന് ദയവ് ലഭിച്ചു. എന്തുകൊണ്ടാ? ഹി ക്യാരി ദ പ്രോസ്പെറിറ്റി. അവൻ പ്രോസ്പെറിറ്റി തേടി നടക്കുകയല്ല, അവൻ പ്രോസ്പെറിറ്റി ചുമക്കുന്നത്. ആ പ്രോസ്പർ ആയിരുന്ന അവനെ സംബന്ധിച്ചിടത്തോളം
നോക്കുക, അപ്പന്റെ വീട്ടിൽ അവന്റെ കയ്യിൽ പണമില്ല, പോത്തിഫറിന്റെ വീട്ടിൽ പണമില്ല, വീട്ടിലായിരിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ പണം, കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ഇവന്റെ കയ്യിൽ പണം, യോസഫിന്റെ കയ്യിൽ പണം. പക്ഷേ യഥാർത്ഥ പ്രോസ്പെറിറ്റി അകത്ത് ക്യാരി ചെയ്യുന്നവനിലേക്ക് മിസ്രൈമിലെ ഫറവോന്റെ മുമ്പിൽ വെച്ച് സ്പെഷ്യൽ ഫേവർ അവന് ലഭിക്കുക. അതൊരു അൺഇമാജിനബിൾ, സങ്കല്പിക്കാവുന്നതിനപ്പുറം. അങ്ങനെ പ്രോസ്പറായ യോസഫിന്റെ അടുക്കിലേക്ക് ആ ദേശത്തിൽ നിന്ന് ധനം ഒഴുകാൻ തുടങ്ങി, വസ്തുവകകൾ ഒഴുകി വരാൻ തുടങ്ങി, ധാന്യങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. നമുക്കറിയാം, ആടുമാടുകള്, നിലം എല്ലാം യോസഫ് ഫറവോന് വേണ്ടി വാങ്ങിച്ചെടുക്കാൻ. ഇതെല്ലാം വരുന്നത് ആരുടെ കയ്യിലേക്ക്? യോസഫിന്റെ കയ്യിലേക്ക്. ഈ യോസഫ് ചിന്തിച്ചു നോക്കുക, പ്രോസ്പർ ആണ്. അതുകൊണ്ട് രാജാവിന് സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല, കൂടെ അഡീഷനും കൊടുക്കാൻ ഹി വാസ് പ്രോസ്പർ. ആലോചനകളിൽ അവൻ പ്രോസ്പർ. സഹോദരങ്ങൾ അവന്റെ അടുക്കൽ വന്നു, അവർക്ക് ഔദാര്യമായി കൊടുത്തിട്ട് അവരുടെ പണവും തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു. കാരണം ഹി വാസ് പ്രോസ്പറസ്. അവൻ സമൃദ്ധിയുള്ളവനാണ്, സമൃദ്ധിയുള്ളവൻ. ഈ സമൃദ്ധി അനുഭവിക്കുന്ന യോസഫ്, സമൃദ്ധിയിൽ നിൽക്കുന്ന യോസഫ്, സഹോദരങ്ങൾ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ധാന്യം വേണം. ധാന്യം കൊടുത്തു. എന്നാൽ പിന്നത്തതിൽ യോസഫ് അവനെ തന്നെ അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നോട് ദോഷം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. യോസഫ് പറഞ്ഞ കാര്യം, നിങ്ങള് എനിക്ക് ദോഷം ചെയ്തുകൊണ്ട് നിങ്ങൾ വ്യസനിക്കണം. അവർ ക്ഷമ പറഞ്ഞില്ല കേട്ടോ. യോസഫ് അവരെ ആശ്വസിപ്പിക്കുക, അവര് യോസഫിനെ ആശ്വസിപ്പിക്കണമായിരുന്നു. കാരണം ഒറ്റപ്പെട്ട ഇത്രയും വർഷം സഹോദരങ്ങളെ കാണാതെ, മാതാപിതാക്കളെ കാണാതെ മാറി നിന്ന് യോസഫിനെ ആശ്വസിപ്പിക്കുന്ന സ്ഥലത്ത് യോസഫ് അവരെ ആശ്വസിപ്പിക്കുക. ഞാൻ പറയട്ടെ, സമൃദ്ധി ഉള്ളവന്റെ ജീവിതത്തിൽ he never expects something from somebody. He always ready to give something to anybody. ആർക്കും കൊടുക്കാനായിട്ട്, തനിക്കുള്ളതെല്ലാം ഔദാര്യമായി കൊടുക്കാനുള്ള ഹൃദയമുള്ളവനാണ് സമൃദ്ധിയുള്ളവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരാൾ സ്നേഹിക്കണം, റെസ്പെക്ട് ചെയ്യണം, സ്പെഷ്യൽ പദവി തരണം എന്ന് നിങ്ങൾ ഇഫ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം സംബഡി, സ്റ്റിൽ യു ആർ ഇൻ പോവർട്ടി. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയും. പക്ഷെ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യോസഫിനെ ദൈവം കൊണ്ടുവച്ച പദവി ഫറവോന് പിതാവായിട്ടും അവന്റെ ജനത്തിനൊക്കെയും പ്രഭുവായിട്ടും വെച്ചു എന്നാണ് വചനം കാണുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊരു ചെറിയ കാര്യമല്ല. എവിടെയാണ്? ഹല്ലേലൂയ, ആമേൻ, അവന്റെ അകത്തുണ്ടായിരുന്ന സമൃദ്ധിയിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരിക്കലും ഈ സമൃദ്ധി എന്ന് പറയുന്നതിനെ പണത്തോട് ചേർത്ത് നിർത്തി ചിന്തിക്കരുത്. പണമാണ് നിങ്ങൾ സമൃദ്ധി എന്ന നിലയിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ നിലയിലല്ല കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ അതിനതീതമായി പണമല്ല എൻ്റെ സമൃദ്ധി, ദൈവ സാന്നിധ്യമാണ് എൻ്റെ സമൃദ്ധി എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പണം തന്നെ, അതായത് സമ്പത്ത് അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് തന്നെ ഒഴുകി വരാൻ തുടങ്ങും. അത് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. പണമെന്നല്ല, സകലതും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താ? അതായത് യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിന് പാപം ചെയ്യാൻ അവസരം വന്നു. ഒരുപക്ഷെ പോത്തിഫറിന്റെ വീട്ടില് ആ നിലയിൽ മാത്രമല്ല, ചിലപ്പോൾ വസ്തുവകകൾ എടുത്ത് മാറ്റി വെക്കാം. കാരണം അവനെ വിശ്വസിച്ച് യജമാനെ ഏൽപ്പിച്ചിരിക്കുക. കാരാഗ്രഹത്തിൽ വന്നപ്പോഴും അതുപോലെ തന്നെ. പക്ഷെ എല്ലായിടത്തും വിശ്വസ്തനായിരുന്നു. കാരണം അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം അവന്റെ ഉള്ളിലില്ല. അവനെപ്പോഴും കൊടുക്കാനുള്ള വ്യഗ്രതയുണ്ട്. അതായത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കയ്യിലുള്ള പണമാണ് നമ്മുടെ സമൃദ്ധി നിശ്ചയിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വളരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പണ്ടുണ്ടായിരുന്ന മുറിവുകൾ, പണ്ടുണ്ടായിരുന്ന നിരാശകൾ, വ്യക്തിബന്ധങ്ങളിൽ വന്ന ഉലച്ചിലുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അടിത്തളത്തിൽ കിടന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തി പലപ്പോഴും അടിച്ചമർത്താം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുവദിക്കരുത്. അതായത് ഇമോഷൻസ് ഹീലാക്കാത്ത ഒരാൾക്ക് സ്പിരിച്വലി വളരാൻ സാധിക്കും. സ്പിരിച്വലി വളരാത്ത ഒരാൾക്ക് പ്രോസ്പർ ആയിരിക്കാൻ പറ്റും. അപ്പൊ ഒരാളുടെ അടിസ്ഥാനമായി പ്രോസ്പെറിറ്റി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഇമോഷൻസിനെ ഹീലാക്കുക. നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യത്തിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യം നിങ്ങളെ അടക്കിവാണ അനുഭവത്തിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. അവിടെ നിന്ന്
നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യേണ്ട ഒരു പൊസിഷൻ എന്താണെന്ന് അറിയും? ആ നിങ്ങളുടെ ഇമോഷണൽ വൂൺസിനെ ഹീലാക്കും. ആ ഇമോഷണൽ വൂൺസിനെ ഹീലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ പറ്റൂ. അങ്ങനെ സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോസ്പെറസ് ആയിരിക്കാൻ പറ്റൂ. കാരണം സ്പിരിച്വാലിറ്റി സ്പിരിറ്റിനോട് കണക്റ്റ് ആയിട്ടാണ് പ്രോസ്പെറിറ്റി നിൽക്കുന്നത്. പ്രൊവിഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ബോഡി, സോൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ എൻറിച്ച് ചെയ്യുക. അതായത് പണമല്ല സമൃദ്ധി എന്നത് തിരിച്ചറിയുക. പണമെന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു ഭാഗം മാത്രം. അത് തിരിച്ചറിയുക. ജീവിതത്തിൽ സമൃദ്ധിയോട് പ്രോസ്പറായിട്ട് ജീവിക്കാനായിട്ട് ഞാനത് ഒരു വാക്ക് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നാം അനുഭവിക്കുന്ന സന്തോഷം, അകത്ത് നാം അനുഭവിക്കുന്ന പൂർണ്ണത. അതിനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നു. പുറമേ ഉള്ള എല്ലാ നന്മകളും നമ്മൾ ചോദിക്കാതെയും വിളിക്കാതെയും അധ്വാനിക്കാതെയും തന്നെ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അകമയുള്ള സമൃദ്ധി അനുഭവിക്കാനായിട്ട് അതിനോട് ചേർന്ന് ഭൗതികമായ എല്ലാ നിലകളിലും സമൃദ്ധിയിൽ വാഴുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ സമൃദ്ധിയെക്കുറിച്ച് പഠിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആ യഥാർത്ഥ സമൃദ്ധി എന്ന് പറയുന്നത് അങ്ങയോട് ചേർന്ന് വസിക്കുന്നതാണെന്നുള്ള ആ റിയൽ മിസ്റ്ററി, ആ ട്രൂത്ത് മനസ്സിലാക്കി ഞങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയോടെ ജീവിക്കുവാൻ, ആരോഗ്യത്തിൽ, സ്വസ്ഥതയിൽ, സന്തോഷത്തിൽ, പൂർണ്ണതയിൽ, സമാധാനത്തിൽ, ആത്മീക ജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആമേൻ, എല്ലാ മേഖലകളിലും, വിശ്വാസത്തിൽ, എല്ലാ മേഖലകളിലും പൂർണ്ണ സംതൃപ്തിയുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വചനം കേൾക്കുന്ന ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ധാരാളമായി ഒരു അനുഗ്രഹിക്കപ്പെട്ടു എല്ലാ നന്മകളാൽ നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ യഥാർത്ഥമായ സമൃദ്ധി അത് നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. സമൃദ്ധിയുടെ അടയാളങ്ങൾ, സമൃദ്ധി, അത് നമ്മൾ തുറന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരും നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. നിങ്ങൾ വീണ്ടും ഈ പ്രോഗ്രാം കാണുക, ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി ഈ കാണുന്ന ഫോൺ നമ്പറിലൂടെ ഞങ്ങളോട് പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.